നമസ്കാരം. നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഹവായിയൻ പ്രേയറിനെ പറ്റി നോക്കാം. ഞാൻ ഈ പ്രേയറിനെ പറ്റി കേട്ട സമയത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പരീക്ഷിച്ച് നോക്കിയ പല സമയത്തും എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള പ്രേയറാണ്. അതായത് ചിലർക്കൊക്കെ ഒരു പക്ഷേ ഇതൊരു അന്ധവിശ്വാസമായിട്ട് തോന്നാം. പക്ഷേ ഇതിനകത്ത് വളരെ വളരെ നന്മയുള്ള ഒരു 100% പോസിറ്റിവിറ്റി ഉള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ അംഗീകരിച്ച് അതിന് ക്ഷമ പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തത്വം ഇതിനകത്തുണ്ട്. അത് ഏറ്റവും ഞാൻ നോക്കിയിടത്തോളം നല്ല നന്മയുള്ളൊരു കാര്യമാണത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് നമ്മളുടെ തെറ്റാണെന്ന് സമ്മതിക്കുന്നിടത്തോളം നന്മ വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റുന്നവർക്ക് ഇത് വളരെ നല്ല ഒരു പ്രയറാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു സ്റ്റോറിയുണ്ട്. ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു 5000 വർഷം പഴക്കമുള്ളൊരു ഹീലിംഗ് മെത്തേഡ് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു ഡോക്ടർ ഹ്യൂലൻ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഹീലിങ്ങിന് വേറെ അർത്ഥമുണ്ട്. ടു എറേസ്, ടു കറക്റ്റ്, ടു റെക്ടിഫൈ എന്നൊക്കെ അർത്ഥമുള്ളൊരു ഹീലിംഗ് മെത്തേഡാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതായത് ശരിയാക്കുക, തുടയ്ക്കുക, നേരെയാക്കുക എന്നൊക്കെ അർത്ഥം വരുന്നൊരു പ്രെയറാണ് ഇതിലുള്ളത്. ഈ പ്രയറിന് ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതായത് ഏതൊരു എഫക്റ്റിനും ഒരു കാരണമുണ്ടായിരിക്കും. ആ കാരണം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ കൊണ്ടാണ് ഓരോ അനന്തരഫലങ്ങളും ഉണ്ടാകുന്നത് എന്നൊരു തത്വമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മൂലമാണ് എല്ലാം നടക്കുന്നത്. ഞാൻ ചെയ്യുന്ന ചിന്തകൾ, പ്രവൃത്തികൾ, ഞാൻ മൂലമുണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ ഫലങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാകൂ എന്നൊരു തത്വമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രസൻറ്റ്, നമ്മളുടെ ഇപ്പോഴത്തെ വർത്തമാനകാലം കറക്റ്റാക്കിയാൽ ഫ്യൂച്ചർ നമുക്ക് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു സുന്ദരമായ തത്വവും ഇതിലുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയോട് ചേർന്നൊരു ഹവായ് ദ്വീപിലാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു സ്റ്റോറി നടക്കുന്നത്. അവിടെ ഒരു 300ഓളം കുറ്റവാളികൾ, അവിടുത്തെ ഒരു മെൻ്റൽ അസൈലത്തിൽ ഒരു 300ഓളം കുറ്റവാളികൾ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുറ്റവാളികൾ ഭയങ്കരമായിട്ട് മാനസിക അസ്വാസ്ഥ്യമുള്ള ആൾക്കാരാണ്. അവർ തമ്മിൽ പരസ്പരം മുറിവേൽപ്പിക്കുകയും അവിടെ അവരെ ചികിത്സിക്കാൻ വരിക്കുന്ന സൈക്കോളജിസ്റ്റുകളെയും അവിടുത്തെ സ്റ്റാഫുകളെയും എപ്പോഴും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ വരുന്ന സ്റ്റാഫുകൾ അധികം നാൾ നിൽക്കില്ല. അവർ സ്ഥലം മാറിപ്പോകും, അല്ലെങ്കിൽ ജോലി രാജിവെച്ച് പോകും. അങ്ങനെയുള്ളൊരു സ്ഥിതിയായിരുന്നു. അവിടേക്കാണ് നമ്മുടെ ഡോക്ടർ ഹ്യൂലൻ സ്ഥലം മാറി വരുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് വളരെ വിചിത്രമായ ഒരു അവസ്ഥയാണ്. കാരണം ഇവരെ നേരിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാർ വളരെ മോശമായ ഒരു മാനസികാവസ്ഥയിലാണ്. അപ്പോൾ ഇദ്ദേഹം വന്ന സമയത്ത് വളരെയധികം അമ്പരക്കാണ്. എങ്ങനെ ഇവരെ നേരെയാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇവരോട് എങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്നൊക്കെ. പക്ഷേ ഏറ്റവും വിചിത്രമായൊരു സംഭവമാണ്, അല്ലെ വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഏകദേശം 3 വർഷം കഴിഞ്ഞതോടുകൂടി ആ ഒരു മെൻ്റൽ അസൈലം അടച്ചു പൂട്ടുകയും അവിടുത്തെ ആൾക്കാരെല്ലാം തിരിച്ച് വീട്ടിൽ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. ആൾക്കാരെല്ലാം വളരെ അത്ഭുതകരമായാണ് അത് നോക്കിക്കണ്ടത്. കാരണം പല മാധ്യമങ്ങളിലും ഈ വാർത്ത വരികയും അവസാനം ഹ്യൂലനെ ഇൻ്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് അതിൻ്റെ പിന്നിലെ ആ ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രയർ വളരെയധികം പ്രചാരം നേടുകയും പല ആൾക്കാരും ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഇപ്പോഴും ഈ ഒരു പ്രയറിന് വളരെയധികം അത്ഭുതകരമായ ഒരു ഫലമുണ്ടെന്ന് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ ഇത് മനസ്സിലാകും. 1984 ഹ്യൂലൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. 1987 അത് ക്ലോസ് ചെയ്തു. കാരണം ക്രിമിനൽസ് തമ്മിൽ അന്നേരം 87 ആയപ്പോഴത്തേക്ക് വഴക്കുകളെല്ലാം അവസാനിച്ചു. എന്നിട്ട് ആ മെൻ്റലി ഇംബാലൻസ്ഡ് ആയ ആൾക്കാർ വളരെ ശാന്തരാകുകയും അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് അവർ നല്ല ശാന്തരായി വീടുകളിലേക്ക് തിരിച്ചവരെ വിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. അപ്പം ഇത് എല്ലാവർക്കും വളരെ അത്ഭുതകരമായ, ഇത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ആൾക്കാരുടെ ചെവിയിലെത്തുകയും അന്നത്തെ ഒരു ഇൻ്റർനെറ്റ് മാർക്കറ്ററും മോട്ടിവേഷണൽ ട്രെയിനറും ഒക്കെ ആയിട്ടുള്ള ജോ വിറ്റാലെ അറിയുകയും ചെയ്തു. അദ്ദേഹത്തിന് അപ്പോൾ ഈ ഡോക്ടർ ഹ്യൂലനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരാഗ്രഹം തോന്നി. അപ്പം അതിനു മുമ്പ് തന്നെ അവിടെയുള്ള സ്റ്റാഫുകളെയൊക്കെ കണ്ടിട്ട് ഈ വിവരങ്ങളൊക്കെ തിരക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. എങ്ങനെയാണ് ഇദ്ദേഹത്തെ ചികിത്സിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് തിരക്കിയപ്പം അവർ പറഞ്ഞത്, അങ്ങനെ പ്രത്യേകിച്ച് ചികിത്സിക്കുന്നതായിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല. ഇദ്ദേഹം ദിവസവും വരുമായിരുന്നു ഡ്യൂട്ടി ടൈമിൽ. വന്നതിന് ശേഷം ഈ ഫയൽ എടുത്ത് വെച്ച് ദിവസം വായിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഡയറക്റ്റായിട്ട് ആരുമായിട്ട് സംസാരിക്കുന്നൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെ അത്ഭുതം തോന്നി. കാരണം എങ്ങനെയാണ്
ഒരു പേഷ്യൻറ്റിനെ നേരിൽ കണ്ട് സംസാരിക്കാതെ ഒരാളെ ചികിത്സിക്കാൻ കഴിയുന്നത്. അപ്പം അതിനുശേഷം ഇദ്ദേഹം ഹ്യൂലിനെ കണ്ടിട്ട് ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഇവരെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറ്റി, അല്ലെ ഇവരെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ശാന്തരാക്കാൻ അങ്ങേക്ക് കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഈ ഇദ്ദേഹം ഹ്യൂലൻ പറഞ്ഞത്, ഐ ഡിഡ് നത്തിങ് ഫോർ ദം, ഐ ഹീൽഡ് മൈ ഓൺ നെഗറ്റീവ് പാർട്ട്. ഞാൻ അവർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല, ഞാൻ എൻ്റെ നെഗറ്റീവ് പാർട്ട് ചികിത്സിക്കുക മാത്രം ചെയ്തതാണ് എന്നാണ് പറഞ്ഞത്. എൻ്റെ നെഗറ്റീവ് പാർട്ട് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കി, അതുമാത്രമാണ് ഞാൻ ചെയ്തത്, ഞാൻ അവർക്ക് വേണ്ടി മറ്റൊന്നും ചെയ്തില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പിന്നീട് ജോ വിറ്റാലയും ഡോക്ടർ ഹ്യൂലിനോട് ചേർന്ന് സീറോ ലിമിറ്റ്സ് എന്ന പേരിൽ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പം ഈ ഡോക്ടർ ഹ്യൂലന് അദ്ദേഹത്തിൻ്റെ ടീച്ചറിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു പ്രെയർ കിട്ടിയത്. ആ ടീച്ചർ എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം ഒരു ഹീലറായിരുന്നു. വളരെ പാരമ്പര്യ രീതിയിൽ അവരുടെ കുടുംബത്തിൽ തന്നെ പലരും ഇങ്ങനെയുള്ള ഹീലിംഗ് മെത്തേഡ്സ് ചെയ്ത് നമ്മുടെ ഇന്നത്തെ പോലത്തുള്ള പ്രാണി ഹീലിങ്ങും റേക്കി ഹീലിംഗ് പോലൊക്കെ തന്നെ വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഹീലിംഗ് മെത്തേഡ്സ് ചെയ്യുന്നു. അപ്പം ഈ ടീച്ചറിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് വളരെയധികം ഇംപ്രവൈസേഷൻ ചെയ്ത് പുതിയ മെത്തേഡിൽ ഉണ്ടാക്കിയ പ്രെയറാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള ഹോപ്പോണോപ്പോണോ. അദ്ദേഹത്തിൻ്റെ മകൾക്ക്, ഡോക്ടർ ഹ്യൂലൻ്റെ മകൾക്ക് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടൊരു അസുഖം ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രീതിയിലായപ്പോൾ ടീച്ചറിനോട് ഈ വിവരം പറയുകയും ടീച്ചർ അതിനുവേണ്ടി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തൊരു ഹീലിംഗ് മെത്തേഡായിരുന്നു ഇത്. അപ്പം ഏകദേശം 1 വർഷക്കാലത്തോളം അദ്ദേഹം മകളിൽ ഇത് പരീക്ഷിച്ച ശേഷം മകൾ അത് പൂർണ്ണമായും ഭേദമായി കഴിഞ്ഞപ്പോഴാണ് ഹ്യൂലൻ ഇത് ഈ മെൻ്റൽ അസൈലത്തിൽ അതിൽ വിശ്വാസം വന്നതിന് ശേഷമാണ് പ്രയോഗിക്കുന്നതും ഇത്രയും വലിയൊരു റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തത്. പിന്നീട് ഇദ്ദേഹം ഇതിനെപ്പറ്റി ബുക്ക് എഴുതുകയും പിന്നീട് പലരും പല കാര്യങ്ങൾക്ക്, ഇതിപ്പം ഹെൽത്തിന് വേണ്ടിയുണ്ട്, മണിക്ക് വേണ്ടിയുണ്ട്, റിലേഷൻഷിപ്പിനെ പറ്റി, രോഗങ്ങൾക്ക് വേണ്ടി, പലതിനു വേണ്ടിയും ആൾക്കാർ ഇത് ഉപയോഗിച്ച് സക്സസ് ആയിട്ടുണ്ട്. അതിൽ 4 വരികളാണ് വരുന്നത്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, താങ്ക് യു. അതിൽ ഫസ്റ്റ് വരി എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. അതായത് നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്, ഞാനാണ് കാരണം. സോ വി ഹാവ് ടു സേ ഐ ആം സോറി. ഉണ്ടാകുന്ന സിറ്റുവേഷൻസിനോടെല്ലാം നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കർമ്മം കൂടുകയാണ് ചെയ്യുന്നത്. അതേസമയം ഞാനാണ് ഇതിനെല്ലാം കാരണം എന്ന രീതിയിൽ ഐ ആം സോറി എന്ന് പറയുമ്പോൾ അതവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസാണ് പ്ലീസ് ഫോർഗിവ് മീ. ഇവിടെ നമ്മൾ എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ശരിക്കും അവിടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം നടന്നു കഴിഞ്ഞു. നമ്മൾ വീണ്ടും അത് തന്നെ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ദുഃഖം കൂടുകയും നമ്മൾ വീണ്ടും നെഗറ്റീവിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ആ ഒരു പ്രശ്നം അവിടെ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വൈബ്രേഷൻ കുറയുന്നത് തടയാനും യൂണിവേഴ്സുമായിട്ടും നമ്മളുടെ ദൈവവുമായിട്ടും നമ്മളുടെ പ്രപഞ്ചവുമായിട്ടുള്ള കണക്ഷൻ കൂടുതൽ കുറയാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലുള്ള ആ ഒരു നമ്മൾ ദുഃഖിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യത്തിലും ഒരു ഉത്സാഹം കിട്ടില്ല. അതേസമയം നമ്മൾക്ക് ഒരു ചെറിയ ഈ ഒരു വാക്കുകൊണ്ട് നമുക്ക് വളരെയധികം എനർജി നമുക്ക് കിട്ടാനും കൂടുതൽ ദുഃഖത്തിലേക്ക് ആണ്ടുപോകാതിരിക്കാനും ഈ ഒരു വാചകം കൊണ്ട് നമ്മളെ സഹായിക്കും. 3ാമത്തെ ലൈൻ ഐ ലവ് യു. അൺകണ്ടീഷണൽ ലവ് ആണ്. കണ്ടീഷണൽ ലവ് വരുമ്പോഴാണ് നമ്മൾക്ക് തിരിച്ചു കിട്ടാത്ത സ്നേഹം ഒരു ദുഃഖമായിട്ടുമൊക്കെ വരുന്നത്. ഇവിടെ അൺകണ്ടീഷണൽ ആണ് ലവ്. അപ്പം ഇത് തന്നെ ഹീലിങ്ങിന് വളരെയധികം പ്രധാനപ്പെട്ട ആണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വളരെയധികം സ്നേഹം അങ്ങോട്ട് കൊടുക്കുകയാണ്. തിരിച്ച് നമ്മൾ സ്നേഹം പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ഓരോ ജീവികളെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയാണെങ്കിലും സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്നേഹം തിരിച്ച് തന്നില്ലെങ്കിലും നമ്മൾക്കതിലൊരു ദുഃഖം അനുഭവപ്പെടുന്നില്ല. 4ാമത്തെ ലൈൻ താങ്ക് യു ആണ്. പ്രപഞ്ചമാണെങ്കിലും മറ്റുള്ളവരും നമ്മൾക്ക് ക്ഷമ തന്നു എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ അവരോട് നന്ദി പറയുന്നതായിട്ടാണ് ഈ താങ്ക് യു എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾക്കൊരു വളരെ വലിയൊരു സമാധാനമാണ്. അപ്പോൾ നമ്മൾ അവരോട് നന്ദി പറയുന്നതായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് താങ്ക് യുവിൽ വരുന്നത്. ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലാതെ നമ്മൾ രാവിലെ പറയുന്നതുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെയധികം ഒരു സന്തോഷമാണ് പ്രദാനം ചെയ്യുന്നത്. ഇനി ഹ്യൂലൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ അദ്ദേഹം എങ്ങനെയാണ് അവിടെ ഹീൽ ചെയ്തതെന്ന് നോക്കാം. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ സസൂക്ഷ്മം വീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കിയത് അവിടെയുള്ള ആൾക്കാർ തമ്മിൽ വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് ഒരു കളക്റ്റീവ് കർമ്മയാണ് അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനും എന്തൊക്കെയോ തരത്തിൽ ആ ഒരു കർമ്മയുമായിട്ട് പങ്കുണ്ട്. അന്നേരം അദ്ദേഹത്തിന് മനസ്സിലായി
അദ്ദേഹം ഏതൊക്കെയോ തരത്തിൽ അതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നെഗറ്റീവ് പാർട്ടിനെ ഹീൽ ചെയ്യാൻ തുടങ്ങി. അതായത് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് പാർട്ടിനെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സജ്ജമാക്കി അദ്ദേഹത്തിനോട് തന്നെ ക്ഷമ പറയാൻ തുടങ്ങി. അവർക്ക് വേണ്ടി അവരുടെ ആ ഫയൽ എടുത്തു വെച്ച് അവർക്ക് വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പം അതായത് എല്ലാ ആക്ഷനും ഒരു റിയാക്ഷനുണ്ട്. അവർ കാണിക്കുന്നത് പോലെ തന്നെ അവരോട് പെരുമാറിക്കഴിഞ്ഞാൽ അവിടെ അത് ആ പ്രശ്നം രൂക്ഷമാവുകയുള്ളൂ. അതിന് പകരം അവരുടെ ഫയൽ എടുത്ത് വെച്ച് അവർ ചെയ്തതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്, ഇവരോട് ക്ഷമിക്കണേ എന്നുള്ള രീതിയിലാണ് ആ 3 വർഷവും അദ്ദേഹം പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവാൻ തുടങ്ങി. ഈ ഹോപ്പോടെ പ്രകാരം 2 തരത്തിലുള്ള ആക്ഷനാണ് ഉണ്ടാകുന്നത്. ഒന്ന് വോയിഡ് ആക്ഷൻ. ഇതെന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവായിട്ടുണ്ടാകുന്ന ആക്ഷനാണ്, വളരെ നല്ല ആക്ഷന്. 2 വരുന്നത് നമ്മുടെ മെമ്മറി ബാങ്കിൽ നിന്നുണ്ടാകുന്ന ആക്ഷനാണ്. അത് പണ്ട് നമ്മളോട് ഒരു വ്യക്തി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് അതിനെതിരെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള പക വെച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. ഈ 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറക്കാണ്ട് ആ ആളോട് പെരുമാറുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഹോപ്പോണയിൽ പറയുന്നത് ഈ ഒരു 4 വരി പ്രയർ പറയുമ്പോൾ നമ്മൾക്ക് ഒരാളോട് ഒരു വൈരാഗ്യമോ പകയോ ഒന്നും ഉണ്ടാവാതെ ആൾ എന്ത് തന്നെ ചെയ്താലും നമ്മൾക്ക് ആളോട് സ്നേഹം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ആൾക്ക് നന്മ വരണേന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിലും പക വളരുന്നില്ല എന്നൊരു തത്വമാണ്. അപ്പോൾ ഈ 4 വരികൾ നമ്മൾക്ക് എവിടെ വേണേലും ഉപയോഗിക്കാം. ഹെൽത്തിൻ്റെ കാര്യത്തിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും മണിയുടെ കാര്യത്തിലും ഒക്കെ ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ വേദന ഉണ്ടായാൽ നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ ബോഡി പാർട്ടിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ അതിനോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഏത് പാർട്ടാണ് അവിടെ നമ്മളിങ്ങനെ ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്ന് പറഞ്ഞ് നമ്മൾ ആ ബോഡി പാർട്ടിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അതിന് തീർച്ചയായിട്ടും ഒരു വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും, മണിയാണെങ്കിൽ അങ്ങനെ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു ബോഡി പാർട്ടിന് ഒരു പെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമ്മൾ ശരിക്കും അതിനെ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ ഒരു ഭയങ്കരമായിട്ടൊരു നമ്മളതിനായിട്ട് ഒരു കൈക്കോ കാലിനോ ഒക്കെ ഒരു വേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ പാർട്ട് കെയർ ചെയ്യാതെ അതിനെക്കൊണ്ട് കഷ്ടപ്പെടുത്തി ജോലിയൊക്കെ ചെയ്തിട്ട് അതിനൊരു പെയിൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ, അതിൻ്റെ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ശരിക്കും നമ്മൾ ആ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് തന്നെ നമ്മളതിനെ വളരെ കെയർ ചെയ്യാതെ ഇരിക്കുന്ന സമയത്താണ് അതിന് ഏറ്റവും കൂടുതൽ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നല്ലതായിട്ട് കെയർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇത്രേ തന്നെ ഉള്ളൂ മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും. അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, എന്തുമായിക്കോട്ടെ നമ്മളത് നോക്കേണ്ട കാര്യമില്ല. നോക്കാതെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. എത്ര ശത്രുവായിട്ട് പെരുമാറുന്ന ആൾക്കാരായാലും നമുക്ക് കുറേ നാളുകൾക്കുള്ളിൽ വളരെ ചേഞ്ച് അതിൽ നിന്ന്, ഒന്നുകിൽ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അവർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ ഒരു ശത്രുതാ ഭാവത്തിൽ നിന്ന് മാറി, ഒന്നിലും ഒഴിഞ്ഞു മാറിയാണെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലാണെങ്കിലും ആ ഒരു ഏറ്റുമുട്ടലിൽ നിന്ന് ഒഴിവാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്നതിലൊക്കെ ചിലപ്പോൾ പലർക്കും തോന്നാം ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ? അല്ല, ഇതിലൊക്കെ ഒരു സത്യമുണ്ട്. കാരണം നമ്മളുടെ മനസ്സിലെ പക ഒഴിവാകുന്ന വഴി നമ്മളുടെ ഹോർമോണിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. പക എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നൊരു സാധനമാണ്. അപ്പം ഹോപ്പോണോപ്പോണോയുടെ 4 ലൈൻസ് ഇതാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്നുള്ളതാണ്. അതിൻ്റെ 108 റെപ്പറ്റീഷൻ വരുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നുണ്ട്, പിറകെ ഇടാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.